വെൽക്കം ടു ലേണിനോ. നമ്മൾ RRB IBPS എക്സാംസിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു റീസണിങ് സെക്ഷനിൽ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇന്ന് അതിന്റെ ബാക്കിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സ്റ്റഡി ഓഫ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഗിവൺ ബിലോ. 7 people A, B, C, D, E, F and G are sitting in a straight line facing north with equal distance between each other but not necessarily in the same order. A sit fourth to the left of C. അപ്പൊ നമുക്ക് മൊത്തം 7 people ഉണ്ട്. അപ്പൊ നമുക്ക് 7 സീറ്റ് വരയ്ക്കാം. സീറ്റ് വരച്ചു. ഇനി നമുക്ക് A sit fourth to the left of C എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ എയുടെ പൊസിഷൻ നമുക്ക് അറിയില്ല, എന്നാലും നമ്മൾ A ഫോർത്ത് ടു ലെഫ്റ്റ് ഓഫ് C. ഇപ്പൊ C ഇപ്പൊ ഇവിടെ വരും, ഇവിടെ വരും. നെയ്തർ C or G sit at the extreme end of the line. അപ്പൊ സിയും ജിയും എക്സ്ട്രീം എൻഡിലല്ല. G sit സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് C. 1, 2. അപ്പൊ ജിയുടെ പൊസിഷൻ ഇവിടെയാണ്, സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് C. F sit the immediate left of G. F എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ലെഫ്റ്റ് ഓഫ് G എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എന്താണ് ഇവിടെ G സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് C എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല അല്ലേ. G സിറ്റ് സെക്കൻഡ് ടു ദ ലെഫ്റ്റ് ഓഫ് C എന്നാണ്. അപ്പൊ നമുക്ക് നമ്മൾ ഇവിടെ വരച്ചതില് ഇവിടെയായിരുന്നു C വരേണ്ടിയിരുന്നത്. പറഞ്ഞേക്കുന്നത് ABCD സിറ്റിംഗ് സ്ട്രെയിറ്റ് ലൈൻ നോർത്ത്. അപ്പം എത്ര പേരാ? ഫോർത്ത് ടു ലെഫ്റ്റ് ഓഫ് C എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് C ഇവിടെ വരയ്ക്കാം. C നമുക്ക് ഇവിടെ ആയിട്ടാണ് വരുന്നത്. C ഇവിടെയാണ്. 1, 2, 3, 4. അപ്പോൾ പിന്നെ അടുത്ത പറഞ്ഞേക്കുന്നത് നെയ്തർ C or G sit at the extreme ends. F fits to the immediate of G, left of G എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ F ജിക്ക് ലെഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. നെയ്തർ C or G sit at the extreme end of the line, അത് പറഞ്ഞു. Only 4 persons sit between F and D. F-നും D-ക്കും ഇടയിൽ 4 പേര്. 1, 2, 3, 4. F-നും D-ക്കും ഇടയിൽ 4 പേരെന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. F sit to the immediate left of G കഴിഞ്ഞു. B sit to the one of the position to the right of B. B എന്ന് പറയുന്നത് one of the positions to the right of E. ഇയുടെ റൈറ്റിലായിട്ടാണ് എന്തുള്ളത്? B സിറ്റ് ചെയ്യുന്നത്. അപ്പൊ B എവിടാന്ന് നമുക്ക് അറിയില്ല, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൈറ്റിലായിട്ടാണ് എന്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. B സിറ്റ് ടു ദ റൈറ്റ് ഓഫ് എന്ത് പറയും? E എന്ന് വരുന്നുണ്ട്. നമ്മൾ പൊസിഷൻ എഴുതി. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് G വിത്ത് റെസ്പെക്ട് ടു B എന്ന് പറഞ്ഞത്? ജിയും ബിയും തമ്മിലുള്ള ഇപ്പൊ എന്താണ്? സെക്കൻഡ് ടു ദ ലെഫ്റ്റ്, തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് എന്തെന്ന് വരും? തേർഡ് ടു ദ ലെഫ്റ്റ് എന്ന് വരും. 1, 2, 3. തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് B. G ആണ് എന്തെന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് തേർഡ് ടു ദ ലെഫ്റ്റ് ഓഫ് B ആണ്. B ഇവിടെയാണ്. അപ്പം 1, 2, 3. ഓപ്ഷൻ 5 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. If all the people are made to sit in alphabetical order from right to left, the position of how many people will remain unchanged എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ കേസ് എന്തായാലും എഴുതുകയാണ്. A, F, G, E, C, B, D എന്നാണ് ഓർഡർ വരിക. അപ്പൊ ഇങ്ങനെയാണ് ആ 7 പീപ്പിളുടെ ഓർഡർ നമുക്ക് കിട്ടി. അപ്പം ഈ പീപ്പിളെല്ലാം ആൽഫബറ്റിക്കൽ ഓർഡറിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് എഴുതുകയാണെങ്കിൽ പൊസിഷൻ ഓഫ് ഹൗ മെനി പീപ്പിൾ വിൽ റിമെയിൻ അൺചേഞ്ച്ഡ് എന്നാണ് പറയുന്നത്. ആൽഫബറ്റിക്കൽ ഓർഡറിൽ നമ്മൾ എഴുതുകയാണ്. അപ്പോൾ നമുക്കറിയാം എയും ബിയും. എ ഇവിടെ വേണം അല്ലെ, എ ഇവിടെ ഷിഫ്റ്റ് ചെയ്യണം. ബി ഇവിടെ തന്നെ മതി. സി ഇവിടെ തന്നെ മതി. ഡി മാറണം, ഇ മാറണം. എഫ് ഇവിടെ തന്നെ മതി. അപ്പൊ എത്ര ആൻസർ കിട്ടും?
അൺചേഞ്ച്ഡ് ആയിട്ടുള്ളത് AF GECBD എന്നാണ് വന്നിരിക്കുന്നത്. രണ്ട് സീറ്റുകൾ എന്ത് ചെയ്യും? അൺചേഞ്ച്ഡ് ആയിട്ട് കിട്ടും. 2 സീറ്റുകളാണ് നമുക്ക് ഇവിടെ അൺചേഞ്ച്ഡ് ആയിട്ട് വരുന്നത്. As per given arrangement, 4 of the following 5 are alike in certain way and hence they form a group. Which of the following does not belong to the group എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി നമ്മൾ വീണ്ടും ആ ഒരു പാറ്റേൺ എഴുതുക. ഇങ്ങനെയാണ് ഇത് വരുന്നത്. Which of the following does not belong to the group? 4 of the following 5 are alike in a certain way എന്നാണ് പറയുന്നത്. ഏതാണ്? ബിയും സിയും ഡിയും ജിയും ജിഇ സിഇ AF അപ്പൊ നമുക്ക് ഇതിനകത്ത് ആൻസർ ആയിട്ട് DG ആണ് വരുന്നത്. DG ആണ് ആൻസർ ആയിട്ട് വരുന്നത്. How many such people of letters are there in the word autograph, each of which has a many letters between them and the word in both forward and backward directions എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓട്ടോഗ്രാഫ് എന്നാണ്. ഓട്ടോഗ്രാഫ് നമുക്ക് ഫോർവേഡ് ഡയറക്ഷനിൽ എന്താ ആൽഫബറ്റിക്കൽ ഇംഗ്ലീഷ് സീരീസിലെ കണക്ക് ഏതെങ്കിലും ഉണ്ടോ നോക്കുക. ഒന്നുമില്ല. റിവേഴ്സിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പിയും PR വരുന്നുണ്ട്. പിന്നീട് TUയും വരുന്നുണ്ട്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും ഏതാണ് വരുന്നത്? ആൽഫബറ്റിക്കൽ ഓർഡറിൽ തന്നെ വരുന്നത് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കിവിടെ P കഴിഞ്ഞാൽ Q കഴിഞ്ഞാണ് R. ഒരു വേർഡ് കഴിഞ്ഞിട്ടാണ് R ആൽഫബറ്റിക് സീരീസിൽ വരുന്നത്. അപ്പൊ അതുപോലെ തന്നെയാണ് P ഇവിടെ A കഴിഞ്ഞ ഒരു R കഴിഞ്ഞിട്ടാണ്. അതുപോലെയാണ് നമുക്ക് TU TU അടുത്തടുത്തുള്ള ലെറ്റേഴ്സ്. അപ്പൊ അത് ആ ഓർഡറിൽ അതുപോലെ തന്നെ വരുന്നുണ്ട്. അതിൽ നമുക്കിവിടെ ടിയും എയും തമ്മിൽ ഒരെണ്ണത്തിന് ഡിഫറൻസ് ആണോ? അല്ല. എയും ഓയും തമ്മിൽ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് ആണോ? അല്ല. എയും ജിയും തമ്മിൽ രണ്ടെണ്ണത്തിന് ഡിഫറൻസ് ആണോ? അല്ല. ABCDEF അത്രയും അക്ഷരങ്ങൾ കഴിഞ്ഞിട്ടാണ് ജി വരുന്നത്. അപ്പൊ ഡിഫറൻസ് വരുന്നത്. അപ്പൊ രണ്ടെണ്ണമാണ് ഇതിനകത്ത് ആൻസർ ആയിട്ട് വരുന്നത്. Hospitals closed down. In a certain code language, hospitals closed down is coded as down the line is coded as, and the hospital and hotels is coded as. അപ്പൊ കോഡുകൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എന്താണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡെഫിനറ്റ്ലി ക്ലോസ്ഡ് എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇതില് നമുക്ക് ഇതിനകത്ത് എഴുതാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം കോഡുകൾ എഴുതാം. ഹോസ്പിറ്റൽസ് ക്ലോസ്ഡ് ഡൗൺ
എന്നുള്ളതിനെ നമ്മൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഡൗൺ ദ ലൈൻ. ഡൗൺ ദ ലൈൻ എന്ന് പറയുന്നത് $# ആണ്. ഹോസ്പിറ്റൽസ് ആൻഡ് ഹോട്ടൽസ്. പെർസെൻറ്റേജ് ഇങ്ങനെയാണ്. ഹൗ ഈസ് ക്ലോസ്ഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഒരേപോലെ ടേംസ് ഉള്ളത് ഇതിനകത്ത് ഏതാണ്? ഹോസ്പിറ്റല്. ഈ രണ്ടിലും ഒരുപോലെ വന്നിട്ടുണ്ട് ഹോസ്പിറ്റൽ. അപ്പൊ ഇത് രണ്ടിലും നമുക്ക് ഒന്നിച്ച് വന്നേക്കുന്ന ഏതാണ്? ഈ ഒരു പെർസെൻറ്റേജ് സിമ്പിൾ ആണ്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ആണ് പെർസെൻറ്റേജ് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാൻ പറ്റുന്നത് ഒരേപോലെ വന്നിട്ടുള്ളത് ഏതാണ്? ഹോസ്പിറ്റൽസ് ക്ലോസ് ഡൗൺ. ഹോസ്പിറ്റൽസ് ആൻഡ് ഹോട്ടൽസ് ഡൗൺ ദ ലൈൻ. ഇപ്പൊ ഡൗൺ ഇനിയുണ്ടല്ലേ? ഡൗൺ ഉണ്ട്. ഇപ്പൊ ഇതിൽ രണ്ടിലും ഒരേപോലെ വന്നിരിക്കുന്ന പിന്നെ ഏതാണ്? ഹാഷ് ആണ്. അപ്പൊ ഡൗൺ ആണ് ഹാഷ് എന്ന് മനസ്സിലായി. ഡൗൺ ആണ് ഹാഷ് എന്ന് മനസ്സിലായി. അപ്പൊ ക്ലോസ്ഡ് ഏത് വരും? സി എന്നുള്ള ലെറ്റർ വരും. ഓപ്ഷൻ സി വരും. 3C വരും. ഇങ്ങനെ എഴുതി നോക്കിയാലേ മതി ഇത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് among 4 people PQRS each having a different number of mobiles, Q has more mobiles than R. Q has more mobiles than R. R and S. S ഉണ്ട്. S has more mobiles than P. S has more mobiles than P. Who has the highest number of mobiles എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താണ്? Q തന്നെയല്ല വരത്തുള്ളൂ ഇതിനകത്ത്. Q ആണ് ആൻസർ ആയിട്ട് വരുന്നത്. P is the son of W. P എന്ന് പറയുന്നത് W-ന്റെ സൺ ആണ്. Q is the only sibling of P. Q is the only sibling of P. R is the son-in-law of W. R എന്ന് പറയുന്നത് W-ന്റെ son-in-law ആണ്. അപ്പൊ R ഇവിടെ വരാമല്ലോ. ഇത് സണ്ണും ആണ്. R is the son-in-law of W. M is the daughter of R. M is the daughter of R. How is Q related to M? Q related to M ആണ് ചോദിച്ചിട്ടുള്ളത്. എവിടെ വരും? Q related to mother. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് read all the conclusions and then decide which of the given conclusions logically follows from the given statements disregarding commonly known facts. Give answer. Some lawyers are teachers. Some lawyers are teachers. അത് കഴിഞ്ഞിട്ട് all teachers are students. All teachers are എന്താണ്? Students ആണ്. Some students are lecturers. Some students are lecturers. Some layers are definitely not a lecture. തെറ്റാണ്. All lecturers are teachers. All teachers are teachers. അത് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നെയ്തർ കൺക്ലൂഷൻ 1 or 2 follows എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യനിലേക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് വരും. Some layers are teachers. Some lawyers are teachers. Some lawyers are teachers. All teachers are students. All teachers are students. Some students are lecturers. Some students are lecturers. At least some lawyers are students. At least some lawyers are students.
ശരിയാണ്. Some students are definitely not in the lectures. Some students are definitely not lectures. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? കൺക്ലൂഷൻ 1 only ഫോളോ എന്നുള്ള രീതിയിലേക്ക് ആൻസർ വരും. കൺക്ലൂഷൻ 1 only ഫോളോ. അടുത്തത് all ship are jug. All jug are dolls. All jug are എന്താണ്? ഡോൾസ് ആണ്. All ship are dolls. എല്ലാ ഷിപ്പും ഡോൾ ആണല്ലോ. All dog are jug ആണോ? അല്ല. അപ്പൊ എന്താ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും? Only conclusion 1 follows. എന്താണ്? കൺക്ലൂഷൻ 1 follows. ഓപ്ഷൻ 1 ആണ് only conclusion 1 follows എന്ന് പറയുന്നത്. അടുത്ത് all stores are gun. എന്താണ്? all stores are gun. Some gun are put. Some port are definitely not guns. Some port are definitely not guns. പറയാൻ പറ്റത്തില്ല. All port being stores is all port being stores. Stores is a possibility. അപ്പൊ നമുക്കത് പോസിബിലിറ്റി എന്നാ പറയുന്നത്. പോസിബിൾ ആയിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഉറപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? കൺക്ലൂഷൻ 2 ആണ്. only conclusion 2 follows. അടുത്തത് സ്റ്റേറ്റ്മെന്റ് all noses are fingers. All noses are fingers. Some fingers are dogs. Some noses are dogs. പറയാൻ പറ്റുമോ? ഇല്ല. അറ്റ്ലീസ്റ്റ് സം ഫിംഗേഴ്സ് ആർ നോസ്. അത് ശരിയല്ലേ? ഫിംഗേഴ്സ് നോസ്, കുറച്ച് ഫിംഗേഴ്സ് നോസ് ആയിട്ട് വരുന്നുണ്ട്. ഇത്രയും ഫുള്ള് ഫിംഗർ ഇത്രയാണെങ്കിൽ ഇത്രയും ഭാഗം നോസ് അല്ലേ വരുന്നുണ്ട്. അപ്പൊ ഓൺലി എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഷൻ 2 ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഇത് കോഡ് ലാംഗ്വേജിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്കത് എഴുതി നോക്കാം. Conversion needs more tolerance. ZI MX UB CV. Tolerance is every circumference. അതിനെങ്ങനെ നമ്മൾ എഴുതുന്നത്? WPKODMX. അതായത് every conversion saved virtual. UBDL HATG ഇങ്ങനെയാണ് എഴുതുന്നത്. ഇപ്പൊ സർക്കംഫറൻസ് സേവ്ഡ് ഫ്രം എമർജൻസി. PGRQSCKO. ഇപ്പൊ നമുക്കറിയേണ്ടത് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. if more conversion saved, അങ്ങനെയാണെങ്കിൽ UBZITG. needs every possibility. നമുക്കിപ്പോ അറിയേണ്ടത് needs every possibility. ഇതിന്റെ കോഡ് ലാംഗ്വേജ് ആണ് നമുക്ക് കിട്ടാനുള്ളത്. ഇപ്പൊ എവരിയുടെ കോഡാണ് നമുക്ക് വേണ്ടത്. എവരിയുടെ കോഡ് വേണം ഇതിനകത്ത്. ഇപ്പൊ സർക്കംഫറൻസ് എന്ന് വരുന്ന ഏതൊക്കെയുണ്ട്? ഇതുണ്ടല്ലേ, ഇതും
ഈ ഒരു സെന്റൻസ് സർക്കംഫറൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതില് രണ്ടിലും സർക്കംഫറൻസ് മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഇപ്പൊ കോഡില് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഇതിനകത്ത് ഏതാണ്? FG, RQ, SE, KO. KO ആണ് അല്ലെ? KO ആണ് ഇവിടെ രണ്ടിടത്തും കോമൺ ആയിട്ട് KO ആണ് വരുന്നത്. KO കോമൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ KO ആണ് എന്തെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. സർക്കംഫറൻസ് എന്ന് പറയുന്നത് KO ആണെന്ന് മനസ്സിലായി. KO ആണ് സർക്കംഫറൻസ് നമുക്ക് മനസ്സിലായി. ഇനി ഈ ഒരു എവരി കൺവേർഷൻ സേവ്ഡ് വിർച്വൽ, ഇതും കൺവേർഷൻ നീഡ് മോർ ടോളറൻസ്. ഇത് രണ്ടും നോക്കുമ്പോഴേക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത് കോമൺ ആയിട്ട് കിട്ടുന്നത് ഏതാണ്? UB ഉണ്ട് അല്ലെ? കൺവേർഷൻ UB ആണ് മനസ്സിലായി. UB ആണ് കൺവേർഷൻ എന്ന് മനസ്സിലായി. അപ്പൊ കൺവേർഷൻ UB ആണ് മനസ്സിലായി. കൺവേർഷൻ UB ആണ് മനസ്സിലായി. ഇനി നമുക്ക് ഇതിനകത്ത് രണ്ടിനകത്ത് സേവ്ഡ് ഉണ്ട്. കൺവേർഷൻ ഇങ്ങോട്ട് പോകും. സേവ്ഡ് നമുക്ക് ഇതിനകത്ത് വരുന്നത് TG ആണല്ലേ? സേവ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? TG ആണ് സേവിന് ഇത് കിട്ടുന്നതാണ്. TG ആണ് എന്ത് സേവ്ഡിന്റെ TG എന്നിട്ട്. അപ്പൊ ഇവിടെ എഴുതുക TG ആണ് സേവ്ഡിൻ്റെത്. പിന്നെ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ എവരി DL എന്ന് കിട്ടും. എവരി എന്ന് പറയുന്നത് DL ആണ്. അതെങ്ങനെയാ കിട്ടുന്നത്? എവരി DL എന്ന് കിട്ടുന്നത് ഇവിടെ എവരി കോമൺ ആയിട്ടുള്ള രണ്ട് സെന്റൻസുകൾ. ഒന്ന് ഈ ഒരു ടോളറൻസ് ഈസ് എവരി സർക്കംഫറൻസും എവരി കൺവേർഷൻ സേവ്ഡും. അതിനകത്ത് രണ്ടും DL ഉണ്ട്. അപ്പൊ എവരി DL ആണ് മനസ്സിലായി. നമ്മളിവിടെ എഴുതി. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നീഡ്സ് എവരി പോസിബിലിറ്റി എന്ന് പറയുന്നത് എങ്ങനെ എഴുതുന്നതാണ്. എവരിക്ക് DL ആണ് മനസ്സിലായി. ഇപ്പൊ DL ഉള്ള ഓപ്ഷൻ എത്ര ഉണ്ട്? DL വരുന്ന ഓപ്ഷൻ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. രണ്ട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? 1 ഉം 3 ഉം ഉണ്ട് DL വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഒന്നാണ് ആൻസർ എന്ന് മനസ്സിലായി. ഇപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? UBZ നീഡ്സ് എവരി പോസിബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് ഇതിനകത്ത് എന്ത് കിട്ടാൻ പറ്റും? നമുക്കിപ്പോ ഇതിനകത്ത് ഓപ്ഷൻ ആയിട്ട് വരുന്നത് എന്താണ്? QTCVDL എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ എന്താണ്? നീഡ്സിന് എന്ത് കിട്ടും? CV എന്ന് കിട്ടും. ആ ഒരു രീതിയിലാണ് ആൻസർ. ഓപ്ഷൻ എന്ത് കിട്ടുന്നത്? 1 Q2CVDL എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. നോ ടോളറൻസ് ഈസ് ഗിവൺ ഇൻ ദ ലാംഗ്വേജ്. നോ ടോളറൻസ് അത്രയാണ് നമുക്ക് അതിൽ എഴുതിയിരിക്കുന്നത് വെച്ചിട്ട് MXBG ആണ് ഇവിടെ നോ ടോളറൻസ് എന്നുള്ളത് കിട്ടുന്നത്. MXBG. വാട്ട് ഡസ് കോഡ് KO സ്റ്റാൻഡ്സ്? KO എന്താണ്? സർക്കംഫറൻസ്. നമ്മൾ എല്ലാത്തിന്റെയും കോഡ് എഴുതി നോക്കിയതാണ്. HAWP എന്ന് പറഞ്ഞാൽ എന്താണ്? വിർച്വൽ ആണ്. HAWP എന്താണ്? വിർച്വൽ. ഇൻവിർച്വൽ ആണ്. ഇൻവിർച്വൽ. അടുത്തത് സമീർ ഏജ്.
125%. ഓക്കെ, ഇത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചെയ്യാം. റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പം റീസണിങ് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും നോക്കുക. നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ വീണ്ടും കാണാം.